ഹലോ മീഡിയോസ്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടുള്ള എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഈ ഒരു പ്ലേസിൽ നിന്നും ഞാൻ മാറുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇനി പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നായിരിക്കും വീഡിയോ വരിക എന്താണെങ്കിലും. അപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് വൺ ഇവിടെ നിന്നിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഹാപ്പി സൺഡേ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വർക്കിംഗ് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫേ ഭയങ്കര ബോറായിരിക്കും. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ ഒരു 80% ടൈമും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ വർക്കിംഗ് പ്ലേസിൽ തന്നെയായിരിക്കും. ബാക്കിയുള്ള ടൈമാണ് നമ്മൾ വീട്ടു ജോലികളും അതുപോലെ ഉറക്കം കാര്യങ്ങളും. അപ്പോൾ അത്രയും നമ്മൾ ഹാപ്പി അല്ലാതെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ പിന്നെ എന്താണുള്ളത് അല്ലേ? അപ്പോൾ ശരിക്കും വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര ചില്ലായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓരോ ദിവസം നമ്മൾ എനർജറ്റിക് ആയിട്ട് ലീവ് പോലും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. കാര്യം അത്രമാത്രം സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ ഓടി അവിടേക്ക് പോകും. അപ്പോൾ അത്രയും അതിനുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷം കിട്ടുമെന്ന് വെച്ചാൽ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു ആത്മാർത്ഥതയും ഇഷ്ടവും സൗഹൃദവും സന്തോഷമാണ്. അതായത് ഈ ഈഗോ ക്രാഷ്, പാരവയ്ക്കൽ, അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. പിന്നെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള പ്ലേസ്. കാരണമുണ്ട് കേട്ടോ അതിന്. കാര്യം കാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു ആചാരമാണ് മുതലാളിമാർ എപ്പോഴും മുതലാളിമാരും തൊഴിലാളികൾ എപ്പോഴും തൊഴിലാളികളും തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികൾ എല്ലാവരും അല്ല, കുറേ ആൾക്കാരെങ്കിലും വിചാരിക്കുന്നത് മുതലാളിമാരുടെ സിമ്പതി പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് ലോകത്തിലേക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പരമോന്നത ഉപഹാരം എന്നാണ്. അത് അല്ല പരമോന്നത ഉപകാരം. കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സന്തോഷം, നമ്മൾ കൂടെ നിന്ന് നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. അതായത് വർക്കിംഗ് പ്ലേസ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മലയാളിമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ തന്നെ പാരമ്പര്യമായി കിട്ടിയ ഒരു സംഭവമാണ് നമ്മൾ ബിസിനസ് ചെയ്തു, നമ്മൾ എന്നും മുതലാളിമാരാണ്, നിങ്ങളെന്നും തൊഴിലാളികളാണ് എന്ന് ചിന്തിക്കാതെ അവരെ എത്രത്തോളം ഹാപ്പി ആയിട്ട് അവരുടെ ആ ഒരു സ്ഥലത്ത് ജോലി ചെയ്യിപ്പിച്ച് ഹാപ്പിയാക്കി കൊണ്ടുവരിക, അവരെത്രത്തോളം സന്തോഷിച്ച് ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നു. ഓരോ ദിവസം അവർ ചില്ലായിട്ട് വരണം ജോലിക്ക്, ഭയങ്കര സന്തോഷത്തോടെ വന്ന് ജോലി എടുത്ത് എത്രത്തോളം ബിസിനസ് വളർത്തിയെടുക്കാം എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെ ഒരു അവസരം ഇതുപോലെ ഒരു മുതലാളിമാരും ചിന്തിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒന്ന് ചിന്തിച്ച് അതൊരു ലക്കാണ്. കാര്യം അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇനി അത് ബിസിനസ്സിനെ ബാധിച്ച് പെട്ടെന്ന് ഡൗൺ ആയി പോകുമോ എന്ന് പല മുതലാളിമാരും ഭയക്കുന്നുണ്ടാവും. കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അത് അവർ പാരമ്പര്യമായി അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. അതവർ നിധി പോലെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ തൊഴിലാളികൾ തന്നെയായിരിക്കണം, പറയുന്നതനുസരിക്കൂ എന്നുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം തൊഴിലാളികൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് മുതലാളിമാരുടെയും കൂടി ഒരു സന്തോഷമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ.